മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ദിവസം. മത്തായി 1 അധ്യായം 16, 18 മുതൽ 21, 24 വാക്യങ്ങൾ. കുറേ വർഷങ്ങളായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കയ്യിൽ ഉറങ്ങുന്ന ഒരു സെൻറ്റ് ജോസഫിൻ്റെ പ്രതിമയുണ്ട്. അദ്ദേഹം അർജൻറ്റീനയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ പ്രതിമ മാർപ്പാപ്പയായപ്പോൾ റോമിലേക്ക് കൊണ്ടുവന്നു. തനിക്ക് എന്തെങ്കിലും പ്രശ്നമോ പ്രത്യേക പ്രാർത്ഥനയോ ആവശ്യമുണ്ടാകുമ്പോഴെല്ലാം ആ കാര്യം എഴുതി ഈ ജോസഫിൻ്റെ പ്രതിമയുടെ അടിയിൽ വയ്ക്കാറുണ്ട്. മാർപ്പാപ്പ രാത്രി ഉറങ്ങുമ്പോൾ സെൻറ്റ് ജോസഫ് താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കി തരും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഇന്ന് തിരുസഭ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മിൽ മിക്കവർക്കും ഉണ്ടാകാനിടയില്ലാത്തത്ര ആഴത്തിലുള്ള ദൈവവിശ്വാസമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ തിരുനാളാണ് ഇന്ന്. ഇന്നത്തെ വായനയിൽ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിയുന്നു. താൻ ആ കുഞ്ഞിൻ്റെ പിതാവല്ലെന്ന് ജോസഫിന് വ്യക്തമായി അറിയാമായിരുന്നു. മേരിയും ജോസഫും തമ്മിൽ ഉണ്ടാകാൻ ഇടയുള്ള ആ സംഭാഷണം ഒന്ന് സങ്കല്പിക്കുക. രണ്ടുപേർക്കും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിരിക്കണം. താൻ എങ്ങനെ ഗർഭിണിയായി എന്ന കഥ തികച്ചും വിചിത്രമായി തോന്നാം എന്ന് മേരി കരുതുന്നു. ജോസഫ് തന്നെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്ന് മറിയം മുൻകൂട്ടി കണ്ടിരിക്കണം. അത് സ്വാഭാവികം മാത്രം. ദൈവത്തിലുള്ള അവളുടെ ആഴമായ വിശ്വാസവും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ അവസ്ഥയിൽ ആരായാലും തളർന്നു പോകും. അപ്പോഴും അതെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ജോസഫ് ജീവിതകാലം മുഴുവൻ ദൈവത്തോടൊപ്പം നടന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു. അതുപോലെ മറിയത്തിലും. അവളുടെ കഥ അതിശയകരമായി തോന്നിയതുപോലെ ജോസഫിനും മേരിയോട് പറയാൻ ഒരു അതിശയകരമായ കഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഒരു മാലാഖ സന്ദർശിച്ചിരുന്നു. ഈ ദൂതൻ തനിക്കും മറിയത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ തൻ്റെ സുബോധം തന്നെ നഷ്ടപ്പെടുമോ എന്ന് ജോസഫ് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. കാരണം ഇതിനു മുമ്പൊരിക്കലും ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതത്തിലുടനീളം ദൈവത്തോടൊപ്പം നടന്നു എന്നതാണ് ജോസഫിൻ്റെ പ്രത്യേകത. ഇത് മനുഷ്യഗ്രാഹ്യത്തിനപ്പുറമാണെങ്കിലും ദൈവം തന്നെ നയിക്കുകയും വേണ്ട കൃപ നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം ശരിക്കും വിശ്വസിച്ചു. ജോസഫിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവമായിരുന്നു. അവരുടെ യാത്രയിൽ തന്നോടും മറിയത്തോടും കൂടെ ദൈവം ഉണ്ടായിരിക്കുമെന്ന് ജോസഫ് വിശ്വസിച്ചു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത്രയും അതിശയകരമായ ഒരു സാഹചര്യത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവർ രണ്ടുപേരും തങ്ങളുടെ യാത്ര തുടർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില സമയങ്ങളുണ്ട്. ചിലപ്പോൾ ദേഷ്യം വരും, ആശയക്കുഴപ്പത്തിലാകും,
സങ്കടപ്പെടും. ഈ സന്ദർഭങ്ങളിൽ നമുക്ക് മറിയത്തെയും ജോസഫിനെയും വിളിക്കാം. നമ്മെ ആഴത്തിൽ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിലുള്ള അവരുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പങ്ക് നമുക്ക് നൽകണമെന്ന് അവരോട് ആവശ്യപ്പെടാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്ക് ആഴത്തിൽ വിശ്വസിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാഗ്രത പുലർത്താൻ ഇന്നത്തെ സുവിശേഷ കഥ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദൈവം നമ്മെ പരിപാലിക്കുന്നുവെന്ന് ഈ സുവിശേഷം കാണിക്കുന്നു. ശരിയായ തീരുമാനം അറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഈ സമയത്ത് ദൈവിക ഇടപെടൽ തേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവം നമുക്ക് വേണ്ട വഴി കാണിച്ചു തരും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.